ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മഴ ശക്തമായിട്ട് തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹിമാചൽ പ്രദേശിലെ 7 ജില്ലകളിൽ അടുത്ത 4 മണിക്കൂറിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. സ്പിതി, കുളു അടക്കം പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ജില്ലകളിലാണ് ഈ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലെ ധരാലി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം ഇഴഞ്ഞു നീങ്ങുന്നു. അത് രക്ഷാപ്രവർത്തകരുടെ കാരണമല്ല, കാരണം പലയിടങ്ങളിലും കനത്ത മഴ ഈ ഒരു സമയത്തും തുടരുകയാണ്. അതോടൊപ്പം മണ്ണും കല്ലുമെല്ലാം ഒലിച്ചിറങ്ങുന്ന സാഹചര്യമുണ്ട്. മറ്റു ചിലയിടങ്ങളിൽ പോലും ഹരിദ്വാറിലെ ചില ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളുടെ മുകളിലേക്കൊക്കെ കല്ലും പാറകളും ഒക്കെ ഒലിച്ച് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം. ദേശീയപാത 5 എണ്ണമാണ് ഈ തരത്തിൽ തകർന്ന് കിടക്കുന്നത്. സംസ്ഥാന പാതകൾ 13 തകർന്ന് കിടക്കുകയാണ്. ഉത്തരകാശി ജില്ലാ ഭരണകൂടത്തിന് ഈ റോഡ് ഗതാഗതം, ടെലിഫോൺ, അതോടൊപ്പം മൊബൈൽ ടവറുകൾ, വൈദ്യുതി തൂണുകൾ അടക്കം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 20 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കരസേനയുണ്ട്, ITBP ഉണ്ട്, സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകളുടെ എല്ലാം നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം തുടരുന്നത്. പക്ഷേ അത് കൂടുതൽ ഊർജിതമാകാനായിട്ട് കൂടുതൽ സേന എത്തേണ്ടതുണ്ട്, കൂടുതൽ സാമഗ്രികൾ എത്തേണ്ടതുണ്ട്. പക്ഷെ അതിനെല്ലാം ഈ കനത്ത മഴയും അതോടൊപ്പം റോഡ് ഗതാഗതം സുഗമമല്ലാത്തതും വലിയ തടസ്സമായി. തീർച്ചയായിട്ടും ജോസഫ്, ഏതായാലും ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം അത് തന്നെയാണ്. ഈ 1 മണിക്കൂർ രാവിലെ നമ്മൾ സംസാരിച്ചു തുടങ്ങി പിന്നിടുമ്പോഴും രക്ഷാപ്രവർത്തനത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. കാലാവസ്ഥ തന്നെയാണ് വെല്ലുവിളിയായി നിൽക്കുന്നത്. നേരത്തെ നമ്മൾ ആ കണ്ട ദൃശ്യമുണ്ടല്ലോ, അത് ഹരിദ്വാറിൽ മണ്ണിടിച്ചിലിന്റെ അവശിഷ്ടങ്ങൾ റോഡിലേക്ക് വീഴുമ്പോൾ ഒരു ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.